അച്ഛനെ കുറിച്ച് എന്ന് പറയാനായിട്ട്, അച്ഛൻ ധനികനായ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അച്ഛന് ഒരുപാട് ഫാമിലി മെമ്പേഴ്സും പാറമടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ്റെ വീട് കാടപ്പാറ തന്നെയാണ്. എൻ്റെ വീട് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്, ചമ്മനിയിലാണ്. അച്ഛൻ്റെ പാറമടയിൽ ജോലിക്ക് പോയതാണ് അമ്മ. അവിടെ നിന്നാണ് അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചത്. പക്ഷേ അച്ഛൻ്റെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. വീട്ടുകാരെന്ന് പറഞ്ഞാൽ പെങ്ങള് അവരൊക്കെ വലിയ വലിയ ടീമുകളാണ്, ടീച്ചേഴ്സും അവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു അമ്മ ഒരു ഹിന്ദു യുവതിയാണെന്നും അമ്മ ഒരു പുലയ സ്ത്രീയാണെന്നും ഉള്ള കാര്യം അറിയില്ലായിരുന്നു. അത് അറിഞ്ഞതിന് ശേഷം, അതായത് ഞാൻ ഉണ്ടായതിന് ശേഷമാണ് അവർ ഇതിനെക്കുറിച്ച് അറിഞ്ഞതും അവരുടെ കമ്മ്യൂണിറ്റി, അതായത് ക്രിസ്തീയ സഭകളിലേക്ക് അത് അങ്ങനെ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ അമ്മയിൽ നിന്ന് അവർ തന്നെ വേർതിരിച്ചു. അമ്മയ്ക്ക് അതിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തെ മാത്രം ജീവിതത്തിലേക്ക് ആനയിച്ച് ജീവിച്ചതുകൊണ്ട് അമ്മ തന്നെയാണ് പിന്നീട് പറഞ്ഞത്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, അങ്ങനെയാണെന്നെങ്കിൽ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചോളൂ എന്ന് അമ്മ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി അംഗീകരിക്കാത്ത ഒരവസ്ഥ വന്നു. ഒരു പുലയ സ്ത്രീയെ സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മതം മാറ്റി ജീവിക്കാനോ അവരുടെ ആ ഒരു സംഘടന അനുവദിച്ചിരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒച്ചപ്പാടും ലഹളയും കാര്യങ്ങളൊക്കെ ആയി. അച്ഛനെ മറ്റൊരു വിവാഹത്തിലേക്ക് അവരുടെ നിർബന്ധപ്രകാരം അവരുടെ പെങ്ങളും മറ്റുള്ളവരും ബന്ധുക്കാരൊക്കെ കൂടി അച്ഛനെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. അതായത് മറ്റൊരു വിവാഹം കഴിപ്പിച്ചപ്പോൾ അവർ ഓർക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ ചതിച്ച് മറ്റൊരു സ്ത്രീയിലേക്ക് പറിച്ചു നടുമ്പോൾ അവനും ചതിക്കപ്പെടാം എന്നുള്ളൊരു അവസ്ഥ അവരും മനസ്സിലാക്കേണ്ടതായിരുന്നു. അമ്മേനെ ചതിച്ച് മറ്റൊരു സ്ത്രീയിലേക്ക് അവർ ആനയിച്ചപ്പോൾ അവരറിഞ്ഞിരുന്നില്ല. അച്ഛൻ സെക്കൻഡ് മാരേജ് അച്ഛൻ ചെയ്ത് കഴിഞ്ഞ് അച്ഛന് മക്കളും ഉണ്ടായി, 2 പേര് ഉണ്ടായതിന് ശേഷമാണ് അച്ഛൻ്റെ വീട്ടുകാർ അറിഞ്ഞത്. അച്ഛനെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത വ്യക്തി മറ്റൊരു വിവാഹം കഴിച്ച് ഒരു കുട്ടി ഉള്ളതാണ്, ഓർഫണേജിലാണ് ആ കുട്ടി ജീവിക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞത് അവർ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ കണ്ണുനീര്, ആ കണ്ണുനീരിന്ന് ഒരിക്കലും തീരാത്ത കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയാത്തതാണ് ആ കണ്ണുനീരിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത്. ഒരുപാട് അനുഭവിച്ച അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അമ്മ അച്ഛനിൽ നിന്നും തല്ലും കൊള്ളുകയും ഒച്ചപ്പാടും ലഹളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അച്ഛൻ എന്നെയും അമ്മേനെയും കാണാറുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും വണ്ടി ഓടിച്ച് റോട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും കാണുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ ഞങ്ങളോട് മിണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അച്ഛന് എനിക്ക് അറിവുദിച്ച സമയം മുതൽ അച്ഛൻ്റെ ഫാമിലിയിലേക്ക് എന്നെ കൊണ്ടുവിടണം എന്നുള്ള ഒരു ഇതിലേക്കായിരുന്നു അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം. പക്ഷേ അമ്മ ഇത്രയും സ്ട്രഗിൾസും നേരിട്ടും അമ്മ ഇത്രയും യാതനകളും വേദനകളും നേരിട്ടും ജീവിച്ചതുകൊണ്ടാണ്, അമ്മയുടെ ആ ഒരു വേദനകൾ കണ്ടതുകൊണ്ടാണ് കോടതിയിൽ വെച്ച് ഞാൻ അമ്മയ്ക്കൊപ്പം പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അമ്മയ്ക്കൊപ്പം പോകുന്നത്. ഞാനും കൂടി അമ്മയ്ക്കൊപ്പം ഇല്ലെങ്കിൽ അമ്മ പണ്ടേ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ മറ്റൊരു കാസ്റ്റിൽപ്പെട്ട ആളുടെ കൂടെ ജീവിച്ചതുകൊണ്ട് അമ്മയുടെ ബന്ധുക്കാർ, അമ്മയ്ക്ക് 3 ചേച്ചിമാരാണുള്ളത്, അവർ 3 പേരും അമ്മേനെ തള്ളിക്കളഞ്ഞു. പൊതുവെ അമ്മേനെ തള്ളിക്കളഞ്ഞു, ഒറ്റയ്ക്കാവുമ്പോൾ അറിയാലോ, ഒരു വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചുറ്റിനുമുള്ളത് കഴുകം കണ്ണുകളുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ അറിയാമായിരിക്കുമല്ലോ എങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയ്ക്കൊപ്പം പോയത്. ഇപ്പോഴാണെങ്കിലും അച്ഛൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കണ്ണുനീരിൻ്റെ ആയിരിക്കാം. കാരണം പൊതുവേ മറ്റുള്ളവരും പറയും ആ പെൺകൊച്ചിനെ ചതിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.